ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. ഇന്ന് ഞായറാഴ്ചയായി, വീണ്ടും ഒരാഴ്ച പെട്ടെന്ന് പോയി കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയിട്ട് രാവിലെ എണീറ്റ് ഫുഡെല്ലാം കഴിച്ചായിരുന്നു. ചപ്പാത്തി മീൻകറി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. വെറുതെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്, എന്തെങ്കിലും വാങ്ങാൻ ഉണ്ടോ നോക്കണം. കടയിലോട്ട് വെറുതെ ഒന്ന് കയറാം. തുടങ്ങിയാണ് റൂമിൻ്റെ അങ്ങോട്ട് വെളിയിലോട്ട് പോയിട്ട് കാഴ്ചകൾ കാണിക്കും. ഞാൻ താമസിക്കുന്നതിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. വൈകിട്ടാകുമ്പോൾ ഗ്രില്ല് അങ്ങനെ ഗ്രില്ല് ഉണ്ടാക്കുന്ന മെഷീൻ കിട്ടും. ഇപ്പം ഓഫാണ് കട, വൈകിട്ട് തുടക്കത്തോട്ട്. ഇത് നമ്മളിവിടെ വെള്ളം എല്ലാം കൊണ്ടുവരുന്നത് 20 ലിറ്ററിൻ്റെ വെള്ളം കൊണ്ടുവരുന്ന ക്യാന് കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ഒഴിഞ്ഞ ക്യാനിങ്ങാണ്. ഇപ്പോൾ വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് അത് വെള്ളം. പല കമ്പനികളുടെ വെള്ളം നമുക്കിവിടെ കിട്ടും. ഒത്തിരി കമ്പനികളുണ്ട്. ഓരോ കമ്പനിക്കും പല പല വിലയാണ്, ബ്രാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഷവറൊക്കെ ഇടാൻ വേണ്ടി മുനിസിപ്പാലിറ്റി കൊണ്ടുവച്ചിരുന്നതാണ് കേട്ടോ. നിറച്ച് വെച്ചിട്ട് വണ്ടി വന്ന് എടുത്തിട്ട് പോകും വൈകിട്ട്. ഇത് നമുക്ക് ഈ ഡാഷ്ബോർഡ് ഇതൊക്കെ വെറുതെ കൊണ്ടിട്ടേക്കുന്നതാണ്. ഇത് ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകും. ആട്ടിലേക്കൊക്കെ പലയിടത്തുനിന്ന് ശേഖരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇന്നും ഡെലിവറിക്ക് ഇപ്പോൾ സൈക്കിളിലും പോകാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഡെലിവറിയാണ്. ഇപ്പോൾ സൈക്കിളിലും അവർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും. ചെറിയ ചെറിയ സ്ഥലങ്ങളിലെ വണ്ടികളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഷോപ്പാണ്. പല പല ഡിസൈനിലുള്ള ചുരിദാറൊക്കെ അകത്ത് കിടക്കുന്നുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. വലിയ ഇറങ്ങിയപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. അതാണ് ഇപ്പം തിരക്കൊന്നും ഇല്ലാത്തതാണ്. ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കരാമേരിയാണ് ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടെയാണ് കേട്ടോ. പിന്നെ കടയിലോട്ടൊന്ന് കയറണം. ഇവിടെയൊക്കെ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വെച്ച് വീട്ടിൽ കൊണ്ടുപോയ ഒരു ബാസ്ക്കറ്റ് പോലെയുള്ളതാണ് കേട്ടോ. വേസ്റ്റ് ഇടാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഓരോ കടകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് കടകളിൽ തന്നെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഇവർ കൊണ്ടുവന്ന് ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിൽ ആ വേസ്റ്റിൽ കൊണ്ടുവിടും. അപ്പോൾ അവരൊന്നും അവരെടുത്തിട്ട് പോകും. ചില സ്ഥലങ്ങളിൽ പബ്ലിക്കായിട്ട് മുനിസിപ്പാലിറ്റി വെച്ചിട്ടുണ്ട്. ഈ കടകളിലെ ഇതൊക്കെ ഇവർ വെച്ചിരിക്കുന്നതാണ്. അവർ എന്നെ കൊണ്ട് വെച്ച് കൊടുക്കുന്നതാണ്. എനിക്ക് ഒരു ചാർജ് പോലും കാണുമായിരിക്കും, അറിയില്ല. ഇപ്പോൾ ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ അധികം തിരക്കില്ല. ഞാൻ രാവിലെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 12 മണി ആവാറായി. ഈ സമയത്ത് എന്തായാലും തിരക്കുണ്ടാവും. ഇവിടെ ഫുഡ് കഴിക്കാൻ ഒത്തിരി പേര് വരും. പല സ്ഥലങ്ങളിൽ നിന്ന്, ഷാർജ മറ്റുള്ള ഏരിയയിൽ നിന്നൊക്കെ ഇവിടെ ഒത്തിരി കടകളുണ്ട്. നല്ല ഊണ്, പിന്നെ ബിരിയാണി അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഒത്തിരി പേര് വരാറുണ്ട്. സൈഡിലൊക്കെ ഒത്തിരി കടകളുണ്ട്. ഒരു സ്ഥലത്ത് റോഡിൻ്റെ സൈഡിലാണ്. അത് ഇതുപോലെ ഗാർഡൻ പോലെ പുല്ലാണ്, ഒരേ ടൈപ്പ് പുല്ലിങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഞാൻ കാണിച്ചില്ല, ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് കേട്ടോ. അത് ബസ് സ്റ്റോപ്പിൻ്റേതാണ്. അത് അവിടെ AC ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ. നേരെ കടയിലകത്തോട്ട് കയറണം. കയറിയിട്ട് കാണിക്കാം. അകത്തുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് കാണിക്കാറുണ്ട്. ഞാൻ കടയിൽ കയറിയിട്ട് വാങ്ങിയതാണ് കേട്ടോ തണ്ണിമത്തൻ. ഇതിൻ്റെ വില ഉണ്ടോ? 5 ദിറം 75 ഫിൽസാണ്, 73. പക്ഷെ നാട്ടിലത്തെ ഒരു 130 ആവും കേട്ടോ. ഇതാണ് വാങ്ങിയത്. ഇതിന് കട്ട് ചെയ്ത് ഞാൻ കഴിച്ചു നോക്കട്ടെ മധുരം അങ്ങനെയാണെന്നുള്ളത് പറയാം. പിന്നെ ഒരു സോഡ വാങ്ങി. ഭയങ്കര ചൂടായിരുന്നു, കുടിക്കാൻ വേണ്ടി ഇപ്പം വാങ്ങിയതാണ്. എന്നിട്ട് ഇതാകാനില്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. അന്നേരം കുടിക്കണം. ഇതാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനത്തെ കട്ട് ചെയ്യാം.
ചില സമയത്ത് വില കുറയും കേട്ടോ. ഒരു തരം 1.5 തരമൊക്കെ കാണുള്ളൂ ഈ ഒരു കിലോയ്ക്ക്. ഇപ്പോൾ എന്തോ നല്ല വിലയായി. നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല വിളഞ്ഞ ആണ്. നല്ല വിളവുള്ള ഇതാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആയി കണ്ട ഒരു ചെറിയ പഞ്ഞി പോലെ ആയിട്ടുണ്ട് നടുക്കോട്ട്. നേരെ പാത്രത്തിലോട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് എല്ലാവരും മെസ്സേജ് ഇടുക. ഞാൻ ഇനി ഫുഡ് ഉണ്ടാക്കണം. ബീഫ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബീഫ് പിന്നെ കുറച്ച് ചോറ് ഇന്നലത്തിൽ ഞാൻ വൈകിട്ട് തന്നെ വെച്ചായിരുന്നു. ബീഫ് കറിയും കൂടെ ആക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. എന്താ ഈ ചൂട് സമയത്ത് ഇതൊക്കെ നല്ലതാണ് കേട്ടോ, ഇത് കഴിക്കുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഈ കുറിക്കാനൊക്കെ വാങ്ങിച്ച് കഴിക്കത്തില്ലേ, ആ സമയത്ത് പേരയ്ക്ക, ആപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ദുബായിലുള്ളവരാണെങ്കിലും നമ്മൾ UAE എവിടെയുള്ളവരായിരിക്കും അത് നല്ലതാണ്. വെറുതെ നമ്മൾ ബേക്കറി ഐറ്റംസ് വാങ്ങി കഴിക്കുന്നേക്കാളും ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്കുക നല്ലതാണ് ശരീരത്തിന്. ഞാനതാ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.